ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞതുപോലെ ഇപ്പം രക്തസാക്ഷിത്വം എന്ന ആശയം ശരിയോ തെറ്റോ? രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മരണത്തെ കുതിക്കലാണ് എന്ന് പറഞ്ഞാൽ അത് എംബ്രേസ് ചെയ്താണ് മരണത്തെ കുതിക്കലാണ്. അങ്ങനെ മരണം കുതിക്കുന്ന ഒരു ജനതയോട് നിങ്ങളെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ എവിടെ കേൾക്കാനാന്നേ? ഇവിടെ ഇറാന് മുകളിൽ അതിശക്തമായ ആക്രമണം. ഇന്ന് മസൂദ് പെഷസ്കിയാനെ ലക്ഷ്യമിട്ട് പ്രസിഡന്റ് ഓഫീസ്, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി ഓഫീസ്, IRGC കേന്ദ്രങ്ങൾ, കമാൻഡർ ഇൻ ചീഫ് എന്തോ അലി ലാർജാനി അടക്കം കൊല്ലാനുള്ള നീക്കങ്ങളുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അത് ഉടനെ എന്തോ ഒരു വമ്പൻ പ്രഖ്യാപനം വരാനിരിക്കുന്നു. വലിയ ബോംബ് വർഷം, ഒരുപാട് പേർ, 1000-ഓളം ആൾക്കാർ ഇതിനോടകം കൊന്നു കഴിഞ്ഞു. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ഇറാന്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽ കൂട്ടത്തോടെ ബറാജുകളായി ഇസ്രായേൽ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അയൺ ഡോം അതിജീവിച്ച് അവിടെ വീഴുന്നുണ്ട്, ബങ്കറുകൾ പൊളിക്കുന്നുണ്ട്. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ സർവനാശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേരിയുടെ ശക്തിക്ഷയം ഉണ്ടാവുക. ഇവിടെ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ എത്ര ദിവസം പോയാൽ എന്താകുമെന്നൊരു അവസാനം? ശ്രീ മോഹൻ വർഗീസ്, അവസാനത്തിന്റെ സൂചനകൾ ഒന്നും തന്നെ ചക്രവാള സീമയിൽ ഇപ്പോൾ കാണാനില്ല എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. നോക്കൂ, ഇറാൻ എന്ന സിവിലൈസേഷൻ, അത് ഏൻഷ്യന്റ് പേർഷ്യൻ സിവിലൈസേഷന്റെ ഇന്നത്തെ ജീവിക്കുന്ന രൂപമാണ് ഇറാൻ. ആ ഒരു സംസ്കാരത്തെയും ഇറാന്റെ ഒരു മനസ്സിനെയും ഇറാന്റെ ഒരു സൈക്കിയെ അത് പൂർണ്ണമായി മനസ്സിലാക്കി തന്നെയാണോ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും ഇറങ്ങിയത് എന്ന് കൃത്യമായി അറിയില്ല. നോക്കൂ, ആധുനിക കാലത്തെ, പ്രത്യേകിച്ച് സമീപഭൂതകാലത്തെ ഏതെങ്കിലും ഒരു കരയുദ്ധം എത്ര ശക്തിയുള്ള രാജ്യമാണെങ്കിലും ജയിച്ചതായി റെക്കോർഡില്ല. ഗാസയുടെ മണ്ണ് നോക്കൂ, കേവലം 368 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രം വിസ്തീർണമുള്ള ഗാസയിൽ മുക്കം മൂലയും അരിച്ചു പെറുക്കാനുള്ള ഒരു ശക്തി ഇസ്രായേലിനുണ്ട്. പക്ഷേ ഹമാസിനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കണം. അപ്പം അതുകൊണ്ട് ഇത്ര വിശാലമായ ഒരു രാജ്യം, ഇറാൻ എന്ന ഒരു വിശാലമായ രാജ്യം, ഇറാന്റെ സൈനിക ശക്തിയൊക്കെ ഒരുപക്ഷെ ഡിബേറ്റബിൾ ആണ്. അത് സമയാസമയങ്ങളിൽ ആ സൈനിക ശക്തി പുതുക്കാനുള്ള സാഹചര്യ ഉപരോധം കാരണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇറാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരുപക്ഷെ കര യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു കരയുദ്ധവും ഇവിടെ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല, ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. കരയുദ്ധത്തിന് അവർക്കൊരു മുൻകൈ ഉണ്ടാവുകയില്ല. ആകാശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധം ജയിക്കുക, ആകാശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധം ജയിക്കുക എന്ന രീതിയിലാണ്, ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെ വൺ ഡേ ഇഫ് ദേ റിയലി വാണ്ട് ടു ഹാവ് എ റെജീം ചേഞ്ച്, കരയിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നത് വാസ്തവമാണ്. അതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സാഗ്രോസ് മൗണ്ടൻസ്. നോക്കൂ, ഇവിടെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഒരു 2500-3000 കിലോമീറ്ററുള്ള സമുദ്രതീരമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു മെറൈൻ ഒരു ലാൻഡിങ് ഉണ്ടാകാം, ഒരു ലാൻഡ് ബേസ്ഡ് ലാൻഡിങ് ഉണ്ടാകാം. അവിടെ നിന്നും സൈന്യങ്ങൾക്ക് പല കോളംസ് ഇരച്ചു കയറി ഭൂമിയിലേക്ക് വരണം. എത്ര വടക്കാണ് ടെഹ്റാൻ കിടക്കുന്നത് നോക്കൂ. അവിടെ മലനിരകൾ 12000 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, സാഗ്രോസ് മലനിരകൾ. അതിൻ്റെ വിടവുകളിലൂടെ കടന്നു ചെന്ന് മരുഭൂമിയും താണ്ടി ടെഹ്റാനിലെത്തുന്ന ഒരു കരനീക്കം എത്രയോ ബുദ്ധിമുട്ടുള്ള എയർ ലിഫ്റ്റിംഗ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഇറാന്റെ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, ഇറാന്റെ ടാങ്കുകൾ, ഇറാന്റെ ആർമിയുടെ ഒരു ഫൈറ്റിംഗ് കേപ്പബിലിറ്റി എല്ലാം. അതുകൊണ്ട് ഈ ഡോർ ടു ഡോർ യുദ്ധമൊക്കെ രീതിയിൽ നടക്കുക എന്നത് ഒരു വിശാലമായ രാജ്യത്തെ സാധിക്കുന്ന ഒരു കാര്യമല്ല. എത്ര ശക്തമായ രാജ്യമാണ് അമേരിക്ക എന്നാലും കരയിലേക്ക് പ്രവേശിക്കാൻ ഇന്നത്തെ നിലയിലാവില്ല. പ്രവേശിക്കാം, പക്ഷെ അതാണ് ഇറാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രവേശിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഈ രൂപത്തിൽ തിരിച്ചു പോകാനാവില്ല എന്ന ഇറാന്റെ ആത്മവിശ്വാസം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇവിടെ ഏറിയൽ ബോംബാർഡ്മെന്റ് കൊണ്ട് വല്ലാത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ലീഡർഷിപ്പ് വൺ ബാച്ച് ആഫ്റ്റർ ദി അതർ എലിമിനേറ്റഡ് ആകും. അതിൽ യാതൊരു സംശയവും വേണ്ട. മസൂദ് പെസഷ്കിയാനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. അയത്തുള്ള അലി ഖൊമേനി ആദ്യ മണിക്കൂറിൽ തന്നെ ഏറ്റവും പ്രൈം ടാർഗറ്റായ അയത്തുള്ള അലി ഖൊമേനി വധിക്കപ്പെട്ടു. പക്ഷെ വധിക്കപ്പെടുമ്പോൾ അമേരിക്കയുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു ചിന്ത, കണക്ക് കൂട്ടൽ എന്ന് പറഞ്ഞാൽ ആ യുദ്ധം വളരെ പ്രിസിഷൻ വാർഫെയർ ആയിരിക്കും. വൺ സ്ട്രൈക്ക്, 48 പേരാണ്, എണ്ണം പറഞ്ഞ 48 നേതാക്കന്മാരാണ്. സൈനിക നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, സുപ്രീം ലീഡറുണ്ട്. ഇവരെല്ലാം തന്നെ എലിമിനേറ്റഡ് ആയി കഴിയുമ്പോൾ ഇറാൻ പതറും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഇറാന്റെ ഒരു കരുതൽ എന്ന് പറയുന്നത്. അവന്റെ സംവിധാനം ഇങ്ങനെ ഒരു ദീർഘകാല യുദ്ധത്തിന് വേണ്ടി വർഷങ്ങളായി ഇറാൻ
ഒരു പക്ഷേ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇത് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് മാത്രമാണ് ആത്യന്തികമായ ഒരു യുദ്ധം അവോയ്ഡ് ചെയ്യുക എന്ന ഇറാന്റെ ഇന്റേണൽ തിങ്കിങ് സ്ട്രക്ചർ. അതിൽ നിന്നുകൊണ്ടാണ് ഈ NPTയിലെ സിഗ്നറ്ററി ആണെങ്കിൽ പോലും നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ അബദ്ധത്തിൽ 1970 ഇറാൻ ഒപ്പുവെച്ചു. അത് ചരിത്രപരമായ ഒരു ബ്ലണ്ടർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം. ഇന്ത്യ ചെയ്തില്ല, പാകിസ്ഥാൻ ചെയ്തില്ല, അന്ന് ചൈന ചെയ്തില്ല. കാരണം എന്താണ്? NPT ഈസ് ഡിസ്ക്രിമിനേറ്ററി. ഇന്ത്യയുടെ അഭിപ്രായമാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണവ ശക്തികൾക്ക് വീണ്ടും വീണ്ടും ആണവ സ്റ്റോക്ക് പൈൽ കൂട്ടിക്കൊണ്ടു പോകാം, അവർക്ക് റിസർച്ച് ചെയ്യാം, ആണവ ശക്തി വർദ്ധിപ്പിക്കാം. പക്ഷേ പുതിയ പ്ലെയേഴ്സിന് കടന്നു വരാനാവില്ല. അത് അവരുടെ സെക്യൂരിറ്റി പാരഡൈംസിനെ വല്ലാതെ ബാധിക്കും. പക്ഷേ അത് NPTയിൽ ഒപ്പിടൽ അത് അവരുടെ എന്താണ്, അവർ ഈ പറയുന്ന ഇപ്പോൾ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖുമൈനിയുടെ മുൻഗാമിയുള്ള ആയത്തുള്ളയുടെ ഫത്വ പ്രകാരം ആണവായുധം ഉപയോഗിച്ച് ആരെയും കൊല്ലരുത് എന്നുള്ള ഫത്വ പ്രകാരം ഞങ്ങൾക്കത് വേണ്ട എന്ന് മതപരമായി കൂടി ഷിയ എന്ന് പറഞ്ഞാൽ അത്രയും മതത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, മതപരമായി കൂടി തീരുമാനിച്ചവരാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടോ പേടിച്ചിട്ടോ അല്ല, ഞങ്ങൾ മതപരമായത് വേണ്ട എന്ന് വെച്ചവരാണ് എന്ന് പറയുന്നത്. ഞങ്ങളിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.